ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരുപാട് പേര് എന്നോട് എന്താ വീഡിയോ ഇടാത്തത്, അപ്പോൾ എന്തൊക്കെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കാണാത്തതിൽ ഒരുപാട് അന്വേഷിക്കാറുണ്ട് ഒരുപാട് പേര്. അത് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ നമ്മൾ കാണുന്ന എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സങ്കടം, കാരണം വലിയൊരു നഷ്ടം സംഭവിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. അതായത് എനിക്ക് 3 മക്കളാണ്. മൂത്താൾ 2 പെൺപിള്ളേരും ഒരു ആൺകുട്ടി. ഇതാണ് എൻ്റെ പൊന്നുമോൻ ആദിൽ. 2.25 വയസ്സാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. ഇവൻ ജൂലൈ 14-ാം തീയതി രാവിലെ 10 മണിയായി മരിച്ചു. അപ്പം എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയണം എനിക്കറിയില്ല. ഇപ്പോഴും അതിൽ നിന്ന് ഞങ്ങൾ ഫുള്ളായിട്ട് റിക്കവറായിട്ടില്ല. എനിക്കത് ഇപ്പോഴും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിനെപ്പറ്റിയൊരു വീഡിയോ ഒന്നും നിങ്ങളോട് പറയാതിരുന്നത്. ഞങ്ങൾ വിളിച്ച് ചോദിച്ചവരോടും അല്ലാണ്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കോൾ ചെയ്യാറുണ്ട്, ഒന്നും എടുക്കാൻ പറ്റാറില്ല. മെസ്സേജ് ചെയ്യാനൊന്നും എടുക്കാൻ പറ്റാറില്ല, റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുപാട് എന്നപ്പോൾ രാവിലെ 9:30 ആയപ്പോൾ എണീറ്റ്, 9:15 ആയപ്പോൾ എണീറ്റ ആൾ. അത് കഴിഞ്ഞ് പുറത്തേക്കൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. ബാക്ക് സൈഡിലേക്കൊന്നും പോകാത്ത ആളായിരുന്നു. ബാക്ക് സൈഡ് മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ വിളിച്ചിട്ട് അകത്തേക്കൊന്നും വന്നില്ല. പെട്ടെന്ന് ഞാൻ ഒന്ന് അകത്തേക്ക് കയറിയായിരുന്നു. അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് 5 മിനിറ്റിൻ്റെ കൺമുമ്പിൽ നിന്നും മാറിയുള്ളൂ. നമ്മൾ തൊട്ട് ബാക്കിലുള്ള കുളം, നമ്മുടെ വീഡിയോയിൽ മിക്കപ്പോഴും കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുളമാണ്. അതിൻ്റെ അകത്ത് അവൾ ഇതുവരെ കുളത്തിൽ പോയിട്ടില്ല. കുളത്തിലാരും ഇറങ്ങാറില്ല. ഒറ്റയ്ക്ക് ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് ഒറ്റക്കങ്ങാട്ട് പോയി. ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു. എന്നും അടച്ചിടുന്ന ഗേറ്റാണ്. അന്നൊരു ദിവസം തുറന്നിട്ട് ആരും കണ്ടില്ല. ചെന്ന് നോക്കിയപ്പോഴത്തേക്കും കുളത്തിൽ വീണാരും മരിച്ചിരുന്നു. അത് നിങ്ങളെങ്ങനെ അറിയിക്കും? ഇപ്പോഴും എനിക്ക് പറയാനുള്ളൊരു മനക്കരുത് കിട്ടിയിട്ടില്ല. പലരെയും ചോദ്യം കൊണ്ടും പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് മാത്രമേ ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യണത്. ഞങ്ങൾ രണ്ടുപേരും എന്നല്ല, ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇല്ലെന്ന് ഇപ്പോഴും റിക്കവറായിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കൂടുതലൊന്നും പറയാനില്ല. അസ്സലാമു അലൈക്കും.